ഹലോ നമസ്കാരം. പ്രകൃതിയും ആത്മീയതയും ഒന്നാകുന്ന ചിൻ സ്വീറ്റ് ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ചിൻ സ്വീറ്റ് ക്ഷേത്രം 1970-കളിൽ നിർമ്മിച്ച ഒരു ഭക്തി ആശ്രമ സമുച്ചയമാണ്. മലേഷ്യൻ ചൈനീസ് സമൂഹത്തിന്റെ വിശ്വാസവും സമർപ്പണവും ചേർന്നാണ് ഈ ഭവന സമുച്ചയം ഉയർന്നത്. പ്രത്യേകിച്ച് ചിൻ സ്വീറ്റ് ദേവതയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ആളുകളുടെ ദുഃഖങ്ങളൊക്കെ നീക്കി അനുഗ്രഹം നൽകുന്ന ദേവതയാണെന്നുള്ള വിശ്വാസമുണ്ട്. മലനിരപ്പിൽ നിന്ന് ഏകദേശം 4500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ നമ്മെ ആദ്യമായി ആകർഷിക്കുന്നത് അതിൻ്റെ മാതൃകാപരമായ ആർക്കിടെക്റ്റും അതോടൊപ്പം തന്നെ മലമുകളിൽ വീശിയാടുന്ന തണുത്ത കാറ്റുമാണ് കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നുന്നു. മനസ്സിൽ വളരെയധികം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു ശാന്തത വന്ന് നിറയുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ വൻ പ്രവേശന കവാടം കടന്ന് അകത്തേക്ക് കയറുമ്പോൾ ചുവന്ന തൂണുകൾ, സ്വർണ്ണ അലങ്കാരങ്ങൾ, കുത്തനെയുള്ള പഗോഡകൾ ഇവയെല്ലാം ചേർന്ന് ഒരു മനോഹരമായ ആത്മീയ ലോകത്തിലേക്കാണ് ഇവർ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന മഹത്തായ 9 നിലകളുള്ള പഗോഡ സന്ദർശകർ ഏറ്റവും കൂടുതൽ ചിത്രീകരിക്കുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് കേട്ടോ. ഈ പഗോഡയുടെ ഓരോ നിലയും ചൈനീസ് സംസ്കാരത്തിന്റെയും ബുദ്ധവിശ്വാസത്തിന്റെയും കഥകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ ഭാഗം എന്ന് പറയുന്നത് ജേർണി ടു എൻലൈറ്റൻമെന്റ് എന്ന പേരിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ശില്പ സമുച്ചയങ്ങളാണ്. മനുഷ്യ ജീവിതത്തിനെ കുറിച്ചുള്ള ചിന്തകൾ, പാപപുണ്യങ്ങളുടെ കഥകൾ, ധർമ്മത്തിന്റെ പ്രാധാന്യം ഇവയെല്ലാം അതിവിശിഷ്ടമായ ശില്പങ്ങളിൽ കൊത്തിയിരിക്കുന്നു. സന്ദർശകർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത നൽകുന്ന അനുഭവമാണിത്. അതേസമയം ക്ഷേത്രത്തിൽ ഉയർന്നു നിൽക്കുന്ന വലിയ ബുദ്ധ പ്രതിമ മേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന പോലെ നമുക്കിത് ഫീൽ ചെയ്യും. പ്രകൃതി പശ്ചാത്തലത്തോട് അത്ഭുതകരമായി ലയിച്ചിരിക്കുന്ന ഈ പ്രതിമ ഇവിടെ എത്തുന്നവരിൽ ഏവർക്കും ഒരു ആത്മീയമായ ശാന്തിയാണ് കേട്ടോ പ്രദാനം ചെയ്യുന്നത്. എനിക്കും ഒത്തിരി സന്തോഷം നൽകിയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. ഇനി ചിൻ സ്വീറ്റ് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വിസ്മയകരമായിട്ടുള്ള വ്യൂ ആണ്. അപ്പൊ നമ്മൾ ചിൻ സ്വീ കേവ് ടെമ്പിളിലാണ് മലേഷ്യയിൽ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബുദ്ധ ടെമ്പിൾ ആണ് ഇവിടെ. ബുദ്ധയുടെ ഒരുപാട് പ്രതിമകളൊക്കെ വെച്ച് ഈ പ്രകൃതിയുടെ ഭംഗി അതീവ സുന്ദരമായിട്ടുള്ള രീതിയിലൊക്കെ ക്രോഡീകരിച്ച് വെച്ചിട്ടുള്ള അതിസുന്ദരമായിട്ടുള്ള ഒരു ബുദ്ധ ടെമ്പിൾ ആണെന്ന് തോന്നുന്നു ഈ ചിൻ സ്വീ കേവ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മലേഷ്യയുടെ പല ഭാഗങ്ങളും വളരെ സുന്ദരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ അപ്പുറത്തേക്ക് നോക്കിയാണ് നമുക്ക് കാണാം അവിടെ ബുദ്ധയുടെ വലിയൊരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഇത് ചൈനീസ് ടെമ്പിൾ ആയതുകൊണ്ട് നോക്കിയേ, ഇതൊക്കെ ചൈനക്കാരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അവരുടെ ഫെസ്റ്റിവൽസിനൊക്കെ അവർ തോക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ടെമ്പിൾസിന്റെ മാതൃകയൊക്കെ എല്ലാം ചൈനീസ് രീതിയിലാണ് പണികഴിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അത് ടവറാണ്. ഈ ടവറിന്റെ മുകളിൽ ഏറ്റവും, നിങ്ങൾ അപ്പുറത്തേക്ക് കണ്ടിട്ട് ഏറ്റവും മുകളിൽ ടവറാണ്. ഈ ടവറിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ മലേഷ്യയുടെ മുകൾ മുഴുവനും കാണാൻ സാധിക്കും. അപ്പൊ ശേഷം നമുക്ക് അടിപൊളി കാഴ്ചകളിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഈ ടെമ്പിളിന്റെ ഇതിലേക്കൂടെ നടന്നതിന് ശേഷം നമുക്ക് ഈ പ്രകൃതി എങ്ങനെ കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പലരും ചൈനീസ് വേഷങ്ങളൊക്കെ ധരിച്ച് അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കപ്പിൾസിന് ചൈനീസിന്റെ വേഷം ധരിച്ച് ഫോട്ടോ എടുക്കുന്നതിന് 50 റിങ്കറ്റ്സ് എന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കിയേ, നല്ല വനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മലേഷ്യയുടെ സൗന്ദര്യം ഗവൺമെന്റ് എല്ലാവരും തന്നെ, ഗവൺമെന്റ് ആകട്ടെ ഇവിടുത്തെ പൊതുജനങ്ങളാകട്ടെ എല്ലാവരും തന്നെ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പ്രകൃതിയെ ഒട്ടും തന്നെ മോശമാക്കാണ്ട് മലിനമാക്കാത്ത രീതിയിലാണ് ഇവർ ഓരോ സ്തൂപവും ഓരോ കാര്യങ്ങളും ഓരോ ബിൽഡിങ്സും ഒക്കെ പണികഴിച്ചിട്ടുള്ളത്. നമുക്കറിയാലോ, ഇതിനു മുമ്പത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇന്ത്യക്കാരുണ്ട്, അതുപോലെ തന്നെ മലയ വിഭാഗയുടെ മലേഷ്യയിൽ ആൾക്കാരുണ്ട്, അതോടൊപ്പം തന്നെ തമിഴൻസ് ഉണ്ട്, ചൈനക്കാരുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു വാസമാണ് നമുക്ക് മലേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ വളരെ സുന്ദരമായിട്ടുള്ള ടെമ്പിൾ.
ടെമ്പിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള മണിയടിയാണ്. ഇവിടെ വന്ന് ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർ ഒരു മണി ഏതെങ്കിലും ആഗ്രഹം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. നമുക്കൊന്ന് അടിച്ചു നോക്കാം. എന്നിട്ട് ബുദ്ധനെ നോക്കി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക. ആഗ്രഹം, വിശ്വാസമുള്ളവർക്ക് ആഗ്രഹം സാധിക്കുമെന്നാ. പല ബുദ്ധ ടെമ്പിളും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ചന്ദനത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ബുദ്ധയുടെ മുമ്പിൽ ഇങ്ങനെ പൂക്കൾ വെച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെ. ഇത് നമ്മളിപ്പോൾ കാണുന്നത് നരകത്തിന്റെ ദൃശ്യാവിഷ്കരണം ഉണ്ട്. കണ്ടില്ലേ? നമ്മൾ ഇതിലൂടെ നടന്ന് ചെല്ലുകയാണെങ്കിൽ ഓരോ ഭാഗവും എങ്ങനെയാണ് ഫസ്റ്റ് ഹെൽ ചേംബർ, പിന്നെ സെക്കൻഡ് ഹെൽ ചേംബർ, അങ്ങനെ നടന്ന് അങ്ങ് അറ്റം വരുത്തുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ വിധി എങ്ങനെയാണെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഈ ബുദ്ധ ടെമ്പിൾ വന്നിട്ട് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് ജേർണി ടു എൻലൈറ്റൻമെന്റ്. ഇത് കണ്ടില്ലേ? ജ്ഞാനോദയത്തിലേക്കുള്ള ഒരു യാത്ര. അതാണ് ഈ കാണുന്ന വഴി എന്ന് പറയുന്നത്. നമ്മൾ ഈ വഴിയിലൂടെ സഞ്ചരിച്ച് സ്വയം ശുദ്ധീകരിച്ച് നമ്മൾ ജ്ഞാനോദയത്തിലേക്ക്, ബുദ്ധ പറയുന്ന എൻലൈറ്റൻമെന്റിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഇങ്ങനെ ഓരോ ചേംബേഴ്സിനെയും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മുകളിലോട്ട് കയറി വേണം പോകാൻ വേണ്ടി. ഭക്തരൊക്കെ ഇങ്ങനെ മുകളിലോട്ട് കയറി ടൂറിസ്റ്റുകളും ഒക്കെ കയറി കാണുന്നുണ്ട്. ഞാൻ തൽക്കാലം ഞാൻ കയറുന്നില്ല. ഞാൻ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി പോകണേ കേട്ടോ. അപ്പൊ നമുക്ക് ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നമുക്ക് ടാറ്റാ, ബൈ ബൈ. പ്രിയമുള്ളവരെ, ദിവസവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ ക്ഷേത്രം മതപരമായിട്ടുള്ള പ്രാധാന്യം മാത്രമല്ല കേട്ടോ, പ്രകൃതി സൗന്ദര്യവും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന സമാധാനം ഒന്നിക്കുന്ന ഒരു പുണ്യസ്ഥലമാണ്. മലേഷ്യയിൽ യാത്ര ചെയ്യുന്നവർക്ക് ചിൻ സ്വീറ്റ് ക്ഷേത്രം സന്ദർശിക്കാതിരിക്കുന്നത് ഒരു വലിയ നഷ്ടമായിരിക്കും. അങ്ങനെ നമ്മളുടെ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഏകദേശം ഭയങ്കരമായിട്ട് ടയേർഡായിട്ടോ. ഇനി നമ്മൾ കേബിൾ കാറിൽ ഇറങ്ങി താഴേക്ക് പോവുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഹോട്ടലിലേക്കാണ്. കാരണം നന്നായിട്ട് ക്ഷീണിച്ചു. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.